അങ്ങനെ നമ്മൾ കാത്തിരുന്ന സർവ്വമായയുടെ OTT തീയതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജനുവരി 30-ന് ജിയോ ഹോട്ട്സ്റ്റാറിലാണ് പടം OTT റിലീസ് ചെയ്യുന്നത്. ഡിസംബർ 25-ാം തീയതിയാണ് ക്രിസ്മസ് റിലീസായിട്ടാണ് പടം റിലീസായത്. പടം ഇതിനോടകം തന്നെ 100 കോടി ക്ലബിൽ കയറിയൊരു ചിത്രമാണ്. നിവിൻ പോളിയുടെ ആദ്യത്തെ 100 കോടി ചിത്രമാണ്. ഫീൽഡ് ഔട്ടായിപ്പോയ നിവിൻ പോളി തിരികെ വന്ന ചിത്രമാണ് സർവ്വമായ. സർവ്വമായയ്ക്ക് ശേഷം ഇപ്പോൾ നിവിൻ പോളിക്ക് ഒരുപാട് സിനിമകൾ വരുന്നുണ്ട്. ബേബികൾ ഒരു പടം അടിപൊളിയായിട്ട് ഇപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ നിവിൻ പോളിയെ കൂടാതെ അജു വർഗീസും പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നൊരു സിനിമയാണ് സർവ്വമായ. അജു വർഗീസ് നിവിൻ പോളി കോംബോ എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത കോംബോയാണ്. നിവിൻ പോളിയുടെ കംബാക്ക് സിനിമയാണ് സർവ്വമായ. അടിപൊളി സിനിമ എന്ന് വെച്ചാൽ അടിപൊളി സിനിമ. തിയേറ്റർ എക്സ്പീരിയൻസ് സിനിമയായിരുന്നു. ഒരു ഫാൻറ്റസി ഹൊറർ കോമഡി സിനിമയാണ് സർവ്വമായ. അടിപൊളി സിനിമയാണ്. തിയേറ്ററിൽ കാണാത്തവർക്ക് ശരിക്കും ഈ പടം ഒരു നഷ്ടമാണ്. നിങ്ങൾ OTT കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ. ഇന്ന് OTT റിലീസായ ഒരു ഹിന്ദി സിനിമയാണ് മസ്തി 4. ഇതൊരു സെക്സ് കോമഡി മൂവിയാണ് മസ്തി 4. വിവേക് ഒബ്റോയ് ഈ സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സിനിമ തിയേറ്ററിൽ വൻ പരാജയമായ ഒരു സിനിമയാണ്. സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ. ഇന്ന് OTT റിലീസായ ഒരു തെലുങ്ക് സിനിമയാണ് മരിയോ. ഇതൊരു തെലുങ്ക് ആക്ഷൻ ത്രില്ലർ കോമഡി സിനിമയാണ് മരിയോ. ഇത് ഡയറക്റ്റ് ചെയ്തേക്കുന്ന കല്യാണിയാണ്. പടം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ. ഞാൻ കാണാത്തൊരു സിനിമയാണ്. അങ്ങനെ നമ്മൾ ആകാംക്ഷയോടെ കാത്തിരുന്ന കിച്ച സുധീൻ്റെ മാർക്കും OTT റിലീസായിട്ടുണ്ട്. ഡിസംബർ 25-ാം തീയതി റിലീസായ സിനിമ ഇന്നാണ് OTT റിലീസായിരിക്കുന്നത്. ജിയോ ഹോട്ട്സ്റ്റാറിലാണ് പടം റിലീസായത്. കിടുക്കാച്ചി ആക്ഷൻ സിനിമയാണ് മാർക്ക്. ഇതൊരു കന്നഡ സിനിമയാണ്. മലയാളവും തമിഴൊക്കെ നമുക്ക് OTTയിൽ അവൈലബിൾ ആണ്. പടം കിടുക്കാച്ചി തിയേറ്റർ എക്സ്പീരിയൻസ് അപാര തിയേറ്റർ എക്സ്പീരിയൻസ് നൽകിയൊരു സിനിമയാണ് മാർക്ക് സിനിമ കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ. ഇന്ന് സൺ നെക്സ്റ്റ് റിലീസായ ഒരു സിനിമയാണ് ശേഷിപ്പ്. ഇതൊരു അവാർഡ് സിനിമയാണ് ശേഷിപ്പ്. ഈ സിനിമ ഞാൻ കണ്ടില്ല. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ. പടം കാണണോ വേണ്ടയോ എന്നറിയാൻ വേണ്ടിയാണ്. ഞാൻ ഈ പടം കണ്ടില്ല. പടം കാണാൻ എനിക്കൊരു താല്പര്യം തോന്നിയില്ല. ഇന്ന് OTT റിലീസായ ഒരു സിനിമയാണ് വിക്രം പ്രഭു നായകനായ സിറൈ. ഇതൊരു കോർട്ട് റൂം ഡ്രാമ സിനിമയാണ്. അടിപൊളി സിനിമ. അടിപൊളി സിനിമ. നമുക്ക് നല്ലതായിട്ട് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നൊരു സിനിമയാണ്. ഭയങ്കര ഒരു അടിപൊളി ഇമോഷണൽ രീതിയിലാണ് പടം ചെയ്തിരിക്കുന്നത്. അടിപൊളി സിനിമ വെച്ചാൽ സൂപ്പർ സിനിമയാണ്. ഈ സിനിമ നിങ്ങൾ കണ്ടിരിക്കണം. അടിപൊളി സിനിമ വെച്ചാൽ അടിപൊളി സിനിമയാണ്. അപ്പോൾ ഈ സിനിമ കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ.